ഞാൻ പറഞ്ഞത് 2 വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു. കാരണം അവർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവർ എന്നോട് പറഞ്ഞു. അങ്ങനെ 2 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. സനൽകുമാർ ശശിധരന്റെ മഞ്ജു വാര്യറിന്റെ ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നലെ ഞാൻ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പുറകിൽ ഇപ്പൊ സനൽകുമാറിന്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നും പറഞ്ഞിട്ടാണ് മഞ്ജു വാര്യർ കേസ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും അതിന്റെ പേരിൽ ഇപ്പൊ ലുക്കൌട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അളിയൻ അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ഇത്രയും ഡയലോഗ് വന്നിരുന്ന് അടിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ കോൺസുലേറ്റുമായിട്ടൊക്കെ കേരള പോലീസ് ബന്ധപ്പെടും എന്നൊക്കെയാണ് പറയണത്. എന്തായാലും കണ്ടറിയാം ഇനി എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. ശരിക്കും നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സമൂഹത്തിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടയും ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെന്തെല്ലാം ഇഷ്യൂസ് ഇതുപോലൊക്കെ ഫേസ് ചെയ്യണമെന്നറിയോ? കാര്യം ഇതുപോലെയുള്ള ഒരു വിവരദോഷി കാരണം ഈ പറയുന്ന മഞ്ജു വാര്യർ എത്രത്തോളം അവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കാം. ഒരു മൂവിയിൽ അഭിനയിച്ചതിൻ്റെ പേരിലാണ്, അതായത് ഇയാൾ ഡയറക്റ്റ് ചെയ്തൊരു മൂവിയിൽ അഭിനയിച്ചതിൻ്റെ ഒരു തെറ്റ് മാത്രമാണ് മഞ്ജു വാര്യർ ഇവിടെ ചെയ്തത്. അല്ലാതെ വേറെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു വോയിസ് ഇയാൾ ഉണ്ടാക്കിയിട്ടേക്കുന്നത്, മഞ്ജു വാര്യർ എന്നോട് സംസാരിച്ചാന്നും പറഞ്ഞ്. ആ വോയിസ് കേൾക്കുന്ന ഏത് കൊച്ചു പിള്ളേർക്കും അറിയാം അത് മഞ്ജു വാര്യറിൻ്റെ വോയിസ് അല്ല എന്ന്. അത് മാത്രമല്ല, അത് ഏതോ ഒരു തമിഴ്നാട്ടിലെങ്ങാണ്ടുള്ള ഏതോ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ഇയാളെ ആരോ വിളിച്ച് പറ്റിച്ചായിരിക്കും സംഭവം. അത് ഇയാളങ്ങ് മഞ്ജു വാര്യർ ആക്കി. അതാണ് സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് വന്ന് ഫേസ്ബുക്കിലൂടെ ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായിട്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുക, അതായത് അത് മാത്രമല്ല, പ്രണയത്തിലാണെന്ന് പറയുക, മഞ്ജു വാര്യർ തടങ്കലിലാണെന്ന് പറയുക. അത് മഞ്ജു വാര്യർ മാത്രമല്ല, മഞ്ജു വാര്യരുടെ മകളായിട്ടുള്ള മീനാക്ഷി ഉൾപ്പെടെ ജീവനിൽ ഭീഷണിയുണ്ട് എന്നൊക്കെയാണ് പറയണത്. എന്തോ ഒരു തോന്നിവാസങ്ങളാണ് ഇയാളൊക്കെ സംസാരിക്കുന്നത്. കാര്യം മാനസികമായിട്ടുള്ള അസുഖങ്ങൾ അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ബെറ്റർ ഇയാളെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇയാൾ വീണ്ടും ഇതിപ്പം കേസും വഴക്കും ഒക്കെ ആയിട്ട് ഇപ്പം കുറച്ച് ആളിനിപ്പം ഉണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് ഇനി വീണ്ടും 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് വരും. എന്തായാലും പുള്ളിക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് News 18-നകത്ത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, സ്ത്രീത്വത്തെ അപമാനിക്കുക, ഈ വകുപ്പുകളിൽ ജാമ്യമില്ലാത്ത ഈ വകുപ്പുകളാണ് കേസെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന FIR അനുസരിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാനും മഞ്ജു വാര്യരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോ മഞ്ജു വാര്യർ എന്നോട് പറഞ്ഞത് അവരുടെ ജീവന് ഭീഷണിയുണ്ട്. എന്നോട് ബന്ധപ്പെട്ടാൽ തന്നെ, ഞാനുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും അവരുടെ മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും അതേപറ്റി പുറം ലോകത്തോട് പറയുകയും ചെയ്തു. അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ സുരക്ഷയെ സംബന്ധിക്കുന്ന ഒരു വലിയ വിഷയമായതുകൊണ്ട്, അത് എന്റെ കൺസേൺ ആയതുകൊണ്ട് ഞാൻ സൊസൈറ്റിയോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണോ ശരിക്കും സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാര്യം ഔട്ട്റേജിങ് ദി മോഡസ്റ്റി ഓഫ് വുമൺ, അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുക, അതാണ് ഇപ്പോൾ ഇയാളുടെ പേരിൽ ഇട്ടേക്കുന്ന കേസ്. ഇയാൾ പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഇയാൾ ചെയ്തിട്ടില്ല എന്ന്. മഞ്ജു വാര്യറുടെ വോയിസ് ആണെന്നും പറഞ്ഞ് സമൂഹത്തിൻ്റെ മുന്നിൽ ആ സാധനം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ആരുടെ പേരാണ് അവിടെ മോശക്കാരിയാവുന്നത്? മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് അവിടെ മോശക്കാരിയാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തിയെ അപമാനിക്കുവാണ്. അപ്പം അത് മാത്രമല്ല, ഇയാൾ പറയുന്നത് ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അപമാനിക്കുന്നതല്ല, നല്ലതാണ് ഇയാൾ പറയണത്. എന്നിട്ട് ഇയാൾ പറയുകയാണ് ഞാൻ ഒരു സ്ത്രീയെ സംരക്ഷിക്കാനാണ് നോക്കിയെന്ന്. ഒരു ബോധവും വിവരവും ഇല്ലാത്ത ഒരുത്തൻ അങ്ങനെ തന്നെ ഇവനെ വിളിക്കാം. ചുമ്മാതെ കയറി വന്നിരുന്നിട്ട് ഡയലോഗ് അടിക്കുവാണ്. ശരിക്കും ഇയാൾക്ക് പബ്ലിസിറ്റി സ്റ്റണ്ടാണ് അവനൊക്കെ കാണിക്കുന്നത്. ഇയാൾക്ക് ഇതിന് എന്താണ് നേട്ടം? ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് ഇയാൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണത്. ഒരു 2 വർഷത്തിന് മുന്നേയും ഇയാൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇയാളുടെ പേരിൽ കേസ് കൊടുത്തു. അന്ന് ഇയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാളെ ജാമ്യത്തിൽ വിട്ടു. പിന്നെ ഇയാളിപ്പോൾ ഈ വാർത്തയ്ക്കകത്ത് വന്നിരുന്ന് പറയുന്നുണ്ട് 3 വർഷം ആയിട്ട് പോലും മഞ്ജു വാര്യർ ആ കേസിൽ ഒരു മൊഴി പോലും കൊടുത്തിട്ടില്ല എന്ന്. അതായത് മഞ്ജു വാര്യറിന് ആ കേസുമായിട്ട് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല, വേറെ ആരോ മനഃപൂർവ്വം ഇയാൾക്കെതിരെ കൊടുത്തതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അതിനകത്ത് സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റോക്കിംഗ് ഉണ്ടല്ലോ. അതായത് ഒരാൾക്ക് അപകടം വരുന്നു എന്ന് മാത്രമല്ലല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഒരു പ്രണയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് തമ്മിലുള്ള പ്രണയമുണ്ട് എന്ന തരത്തിലൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളുടെ വികാരത്തെ മാനിക്കാത്ത ഒരു കാര്യമായിരിക്കുമല്ലോ. അല്ല, അത് ഞാൻ പറഞ്ഞത് ഞങ്ങള് 2 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പാണ് ഞാൻ പുറത്തു വിട്ടത്. കാരണം അത് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ, എന്നോട് കോണ്ടാക്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ തന്നെ ജീവന ഭീഷണിയാണ് എന്ന് നിരന്തരം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് പുറത്തുവിട്ടത്. അതിനകത്ത് എന്ത് സ്റ്റോക്കിംഗ് ആണുള്ളത്? അത് ശരി, അതിനകത്ത് എന്തൊരു സ്റ്റോക്കിംഗ് ആണുള്ളതെന്ന് ഇന്നലെ ഞാൻ ആ വോയിസ് നിങ്ങളെ കേൾപ്പിച്ചതാ. അതിനകത്ത് ഇയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ആ ഇഷ്ടം നിനക്ക് അറിയാമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ അതിനകത്ത് അയാൾ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ പറഞ്ഞ ഡയലോഗ് കണ്ടില്ലേ, അത് ഞാൻ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. അത്
ശരിക്കും ഇയാൾക്ക് മഞ്ജു വാര്യറിനോട് പ്രണയമുണ്ട്, മനസ്സിലായില്ലേ? ഒരു രീതിയിലും ഇയാളെ അടുപ്പിക്കുന്നില്ല, ഇയാളെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇയാളിപ്പം ഈ പറയുന്ന അമേരിക്കയിലാണെന്നും പറഞ്ഞിട്ട് വായി തോന്നുന്ന തോന്നിവാസങ്ങളെ വിളിച്ച് വരുത്തുവാണ്. അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, മഞ്ജു വാര്യർ കുറേ നാൾക്ക് മുന്നേ ഇയാളുടെ പേര് കൊടുത്ത കേസ് എന്തുവായിരുന്നു? ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു ആ കേസ് കൊടുത്തത്. മഞ്ജു വാര്യർ ഏതോ ഒരു ഫംഗ്ഷന് പോയ സമയത്ത് പ്രതീക്ഷിക്കാതെ അവിടെയൊക്കെ ഇയാൾ കയറി ചെന്നു എന്നാണ് പറയണത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇയാൾക്ക് മാനസികമായിട്ടുള്ള അസുഖമുണ്ട്. അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമല്ല. ഇനി ഇയാൾ പുറത്തു വിട്ടു എന്ന് പറയുന്ന ഒരു വോയിസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്, അതും കൂടെ കേൾക്കാം. അല്ല, ശ്രീ സനൽകുമാർ ശശിധരൻ, ഈ ഓഡിയോ ഈ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട്. ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക? അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? ഞാൻ പറഞ്ഞത് 2 വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു. കാരണം അവർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവരെന്നോട് പറഞ്ഞു. അങ്ങനെ 2 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. 2 വർഷത്തിനൊടുവിൽ അവരെന്നോട് പറയുന്നു, സനൽ നിങ്ങൾ പൊക്കോളൂ, എനിക്ക് എന്റെ ജീവിതം തീർന്നു, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെയും എന്റെ മകളുടെയും ജീവന് അപകടമുണ്ട് എന്ന് അവരെന്നോട് പറയുന്നു. ഞാൻ അതറിയുമ്പോ എന്താ ചെയ്യേണ്ടത്? പറയാതിരിക്കണോ? ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് മഞ്ജു വാര്യർ ഇയാളെ കോൺടാക്ട് ചെയ്തിട്ടാണ് ആ സംസാരിച്ചതെന്ന് പറയുന്നത്. നിങ്ങൾ കേട്ട വോയിസ് ഉണ്ടല്ലോ, അതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അതിനകത്ത് ഇയാൾ പറയണത് മഞ്ജു വാര്യർ ഇയാളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. ഇയാൾ ആരാണ്? ഇയാൾ എന്തിനാണ് ഇയാളുടെ പുറകെ നടന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്? അങ്ങനെ മഞ്ജു വാര്യർ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും കാണത്തില്ല. പിന്നെ എന്തിനാണ് നിങ്ങളുടെ പേരിൽ കേസ് കൊടുത്തത്? മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടിയാണ് നിങ്ങളുടെ പേരിൽ അന്നും കേസ് കൊടുത്തത്, ഇന്നും കേസ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് അതുപോലും ചിന്തിക്കാനുള്ള ലോജിക്കില്ലേ? അപ്പം നിങ്ങളുടെ ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം ഒരു സ്ത്രീയെ അപമാനിക്കുക, അത്രയേ ഉള്ളൂ. അല്ല, ശ്രീ സനൽകുമാർ ശശിധരൻ, ഇതിൽ 2 വിഷയം ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഇല്ലാത്തത്, അത് താങ്കളാണ് പറയുന്നത്. അത് ഇതുവരെ ആർക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അല്ല, ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജു വാര്യരുടേതാണെന്ന് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നതാണെങ്കിൽ മഞ്ജു വാര്യർക്ക് പറയാമല്ലോ, ഇത് മഞ്ജു വാര്യർ എന്റെ അല്ല, വെറുതെയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ. ഇത് മഞ്ജു വാര്യരുടെ വോയിസ് അല്ല എന്ന് മഞ്ജു വാര്യർ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ അതിന്റെ പേരിലല്ലേ അവർ കേസ് കൊടുത്തത്. അവരുടേതാണെങ്കിൽ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കാര്യം അവർക്ക് നിങ്ങളെ പോലല്ല, അവർക്ക് നല്ല ബോധമുണ്ട്. അവർക്ക് വെറുതെ വന്ന് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് വന്നിട്ട് നിങ്ങളുടെ പേരും പറഞ്ഞിട്ട് ഒരു വോയിസ് എൻ്റെ സർക്കുലേറ്റ് ആവുന്നുണ്ട്, അത് ഞാനല്ലെന്ന് പറയേണ്ട കാര്യമില്ല. അവർ ചെയ്തത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ നേരെ പോയി കേസ് കൊടുത്തു. അവരതാ ചെയ്തത്. എന്നിട്ടും ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് മഞ്ജു വാര്യർ വന്ന് പറയട്ടെ എന്ന്. അത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല, കേസ് എന്താണെന്ന് എനിക്കറിയില്ല. അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല. അത് അവരുടേതല്ലെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത്, സനൽ ഇത് എന്റേതല്ല, ഇത് പിൻവലിക്കൂ, ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത്. അതല്ലാതെ 8 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അവർക്ക് എന്തിനാ അതിന്റെ ആവശ്യം? അവർ 8 ദിവസത്തോളം മിണ്ടാതിരുന്നു എന്ന് പറയുന്നു. അവര് നോർമലി ഈ സാധനം വിട്ടാണ് അയാൾ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന്. പക്ഷേ ഇത് പല ആൾക്കാരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുകയും പല ന്യൂസ് ചാനൽസിനകത്തും ഈ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചു. കാര്യം ആദ്യമേ ഒരു വട്ടം അവർ വിട്ടതാണ്. അതിനുശേഷം ഇയാൾ വീണ്ടും ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടാണ് മഞ്ജു വാര്യർ മേ ബി കേസ് കൊടുത്തത്, അല്ലേ? അപ്പൊ ഇയാളപ്പോ ശരിക്കും എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? മഞ്ജു വാര്യർ ഇനി ഡയറക്റ്റ് വന്ന് പറയണമായിരിക്കും, അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഇയാളെ ഫോണിൽ വിളിച്ച് പറയണമായിരിക്കും അത് എൻ്റെ വോയിസ് അല്ല, അത് പിൻവലിക്കണമെന്ന്. അത് മാത്രമല്ല, ഈ ഒരു വോയിസ് ആദ്യം പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഇത് തടയാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ. ഇയാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു മനുഷ്യനെ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുന്നേ ഏതെങ്കിലും ഒരു പടത്തിലോ എവിടെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇയാൾ ഒരു പടം ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നതല്ല, അത് ആ പടം പുറത്തിറങ്ങിയിട്ടില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഉണ്ട്, അത് നമുക്ക് പേഴ്സണലി അറിയത്തില്ല. പക്ഷേ ഇയാൾ 5 പൈസ പോലും മേടിക്കാതെ ആ ഒരു പടം ഇയാളിപ്പോൾ അത് റിലീസാക്കിയിട്ടുണ്ട് OTT പ്ലാറ്റ്ഫോം വഴി. അപ്പം ആ പടം തിയേറ്ററിൽ തന്നെ ഇറക്കാതിരിക്കുന്നതിനകത്ത് എന്തൊക്കെയോ റീസൺസ് ഉണ്ട് ഇവരുടെയൊക്കെ ഇടയിൽ. അത് മേ ബി കാണുമായിരിക്കും. മേ ബി ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ശത്രുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാശിയോ പ്രതികാരമോ ഒക്കെ ആയിരിക്കും ഇയാളെ കാണിച്ചു കൂട്ടുന്നത്. ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പില് അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. 1/2 മണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്കായി. അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇത്ര ദിവസമായി യാതൊരു ചർച്ചയുണ്ടായില്ല, ഒന്നും മിണ്ടിയില്ല, ഒരു കേസും ഉണ്ടായില്ല. 8 ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ ഈ ഒരു കേസ്
ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പറ്റിയിട്ട് ഒരു ഫേക്ക് വോയിസ് ഇങ്ങനെ പുറത്തു വിടുവാണ്. അപ്പോഴത്തേക്ക് അത് ന്യൂസ് ചാനൽസും എല്ലാവരും അത് ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അവരെ അത് പേഴ്സണലി നല്ല രീതിയിൽ ബാധിക്കും. അതാണ് അവർ കേസ് കൊടുത്തത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഈ വാട്സാപ്പിൽ ബ്രദറിന് അയച്ചു കൊടുത്തു, അപ്പം തന്നെ വാട്സാപ്പ് ബ്ലോക്കായിരുന്നു. എനിക്കത് എന്താണെന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഇനി ആ പുള്ളിയാണോ ബ്ലോക്ക് ചെയ്തത്, ഇയാളുടെ വാട്സാപ്പ് മൊത്തത്തിൽ ബ്ലോക്ക് ആയോന്നും അറിയത്തില്ല. അതെന്തൊരു ടെക്നിക്കാണെന്ന് എനിക്കറിയത്തില്ല. അതറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും. ഇനി ഹാക്കിംഗ് ആണോ മറ്റേ ആണെന്നൊന്നും രീതിയിൽ വന്ന് പറയരുത്. കാര്യം ഇത്രയും നിങ്ങൾ പറഞ്ഞതേ കള്ളത്തരങ്ങളാണ്. മനസ്സിലായോ? ഒന്നുകിൽ നിങ്ങൾ AI വെച്ചിട്ട് മഞ്ജു വാര്യറിൻ്റെ വോയിസ് പോലെ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഇതിൻ്റെ പേരിൽ ആരോ പറ്റിച്ചു. ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് എന്തോ വ്യക്തിവൈരാഗ്യമായിട്ടുള്ള എന്തോ ഇഷ്യൂസ് ഉണ്ട്. അത്രയേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇയാളെ കഴിഞ്ഞ പ്രാവശ്യം പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇയാളുണ്ടായിരുന്നു, ഇയാളുടെ ചേച്ചി ഉണ്ടായിരുന്നു തോന്നുന്നു. കാറിനകത്തിരുന്ന് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഇവിടെ കാണിക്കാം. എന്താ എന്നെ പിടിച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞാനും എന്റെ അനിയത്തിയും എന്റെ അനിയത്തിയുടെ ഭാര്യയുടെ എന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ അമ്മയും കൂടി ഇവിടെ ഒരു ക്ഷേത്രത്തിൽ പരിപാടിക്ക് വന്നതാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരു ഇന്നോവ ഫോളോ ചെയ്ത് വന്നിട്ട് എന്നെ ഒരു മുടുക്കിലേക്ക്, ഞാനൊരു മുടുക്കിലേക്ക് കയറിയപ്പോ ആ മുടുക്കിലേക്ക് കയറ്റി നിർത്തി എന്നെ പിടിച്ചിറക്കി. എന്റെ കാറിന്റെ ഡോർ വലിച്ചു തുറന്ന് എന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കാണ്ട് നിൽക്കുകയാണ് ഇയാള്. ഒരാള് നിൽക്കുകയാണ്, ഒരാൾ കാറിനകത്ത് കയറി ഇരിക്കുകയാണ്. എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ എന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. എനിക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി എന്നെ പോലീസ് ഇതുവരെ വിളിച്ചറിയിച്ചിട്ടില്ല. ഞാൻ ആ കേസ് ഫോളോ ചെയ്യാൻ തയ്യാറാണ്. വിശ്വസിക്കുന്ന രീതിയിൽ ഞാൻ കോടതിയിൽ കീഴടങ്ങാനോ പോലീസിന്റെ മുമ്പ് കീഴടങ്ങാനോ തയ്യാറാണ്. കണ്ടല്ലോ, ഇതായിരുന്നു ആ ഒരു ഷോ ഓഫ്. മുടുക്കിനകത്തോട്ട് അങ്ങോട്ട് കയറിപ്പോയ വഴിക്കങ്ങാണ്ട് പോലീസുകാർ പിടിച്ചിറക്കിയെന്നൊക്കെ. കോമഡി തന്നെ അളിയൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ മാനസിക നില തെറ്റിയിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നേ പറയത്തുള്ളൂ. കാര്യം ഈ മാനസികമായിട്ടുള്ള അസുഖത്തിലുള്ള എല്ലാവരെയും ഞാൻ കളിയാക്കുമല്ല. കാര്യം മാനസിക അസുഖം എന്ന് പറയുന്നത് ശരി, അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നും പറഞ്ഞ് ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്നതിനകത്തോട്ടൊന്നും എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.